സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നൊരു അനുഗ്രഹീതമായ ദിവസമായിരുന്നു, ഈ ജൂലൈ 7 സൺഡേ. അപ്പോൾ ഇന്നേ ദിവസം, ഈ ഞായറാഴ്ച അനുഗ്രഹീതമെന്ന് പറയുന്നത് വെറുതെയല്ല. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ നാഗരാജ ക്ഷേത്രമാണ് മണ്ണാറശാല നാഗരാജ ക്ഷേത്രം. അപ്പോൾ ഇന്ന് ഈ ക്ഷേത്രത്തിൽ പോകുവാനും അവിടെയുള്ള നാഗദൈവങ്ങളുടെയൊക്കെ ആ ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങുവാനും സാധിച്ച ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവ് വൈബ്. അവിടെ ചെന്നാൽ നമുക്ക് അവിടെ ഇരിക്കുന്ന നാഗദേവതകളെന്ന് പറയുമ്പോഴേക്കും എന്താ പറയുക, കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഉണ്ടാവില്ല ഇത്രയധികം നാഗപ്രതിമകളുള്ള ഒരു ക്ഷേത്രം. അപ്പോൾ അതെല്ലാം കണ്ടും മനം നിറഞ്ഞ് പോരാനായിട്ട് അവസരം കിട്ടിയ ഒന്നായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ അവിടെ കണ്ട ചില കാഴ്ചകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞങ്ങളൊരു ഐവർ സംഘം 5 പേര് അടങ്ങുന്ന ഒരു ടീമാണ് മണ്ണാറശാല നാഗപ്രതിമകൾ. ഇങ്ങനെ എങ്ങോട്ട് നോക്കിയാലും എവിടെ തിരിഞ്ഞാലും നാഗപ്രതിമകളുടേതായ ഒരു കൂട്ടമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയധികം. അതുപോലെ തന്നെ കാവുകൾ, ഒരുപാട് കാവുകളുണ്ട്. കണ്ടോ? എൻ്റെ കൂട്ടത്തിൽ വന്നത് ഈ പോകുന്ന അമ്മയും മോനും എൻ്റെ കൂടെ പോകുന്നവരാണ്. ഒരു അനുജൻ്റെ വൈഫും മോനുമാണ്. ഇവിടെയൊക്കെ ചെന്ന് കാണുക, അവരുടെയൊക്കെ അനുഗ്രഹം തേടുക ഒക്കെ വലിയ കാര്യമല്ലേ. അതുപോലെ തന്നെ ആദ്യകാലത്തെ ചിത്രങ്ങളാണ്. ആദ്യകാലത്തെ മണ്ണാറശാല അമ്മയാണ്, സാവിത്രി അന്തർജനം എന്നുള്ള. അപ്പം ഇതൊരു 3ാമത്തെ തലമുറയിലുള്ള അമ്മയാണ് ഇപ്പോഴും. അമ്മയുടെ അടുത്ത് ദർശനം നൽകുന്നുണ്ട്. അത് 10:30 മുതൽ 12:30 വരെയുള്ള സമയത്താണ് അമ്മ ദർശനം നൽകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭയങ്കര ജനത്തിരക്കായിരിക്കും, ഭയങ്കര ജനത്തിരക്ക്. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നാണ് ഇവിടെ ആളുകൾ വന്നെത്തുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്പോൾ അതൊക്കെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ ഒരു സമ്മതിക്കില്ല. കണ്ടാൽ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ കൊടിമരം നിൽക്കുന്നത് പോലെ അവിടെ നിൽക്കുന്നത് കൊടിമരത്തിന് പകരം നിൽക്കുന്ന വലിയ മരമാണ്. അപ്പോൾ ഓരോ ദൈവസാന്നിധ്യങ്ങൾ നിലകൊള്ളുന്നത് ഈ വൃക്ഷങ്ങളിലൊക്കെയാണ്. അതുകൊണ്ട് വൃക്ഷങ്ങളൊന്നും തന്നെ നശിപ്പിക്കാതെ നാഗദൈവങ്ങൾ കുടികൊള്ളുന്ന എല്ലാ വൃക്ഷങ്ങളും അവിടെ പരിപാലിച്ചുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിനും സംരക്ഷണം നൽകിയിരിക്കുന്നത്. പാട്ട് പാടാനായിട്ട് അവിടെ പുള്ളുവത്തിയൊക്കെ ഉണ്ടായിരുന്നു. പാമ്പ്, കുട്ടികൾ വിളിച്ച് പറയുന്നുണ്ട് പാമ്പെന്നൊക്കെ. ഇതാണ് ആ മരം. ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുൻവശം നിൽക്കുന്ന വടുവൃക്ഷമെന്ന് തന്നെ പറയാം. സാധാരണ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മൾ കാണുന്നത് എന്താ പറയുക, കൊടിമരമാണെങ്കിൽ ഇവിടെ കാണുന്നത്, ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കാണുന്നത് ഈ മരത്തെയാണ് കാണാൻ സാധിച്ചത്. അപ്പം അങ്ങനെ പഴയ അമ്മയെ വരച്ചു വെച്ചിരിക്കുന്നതാണ്. ഒക്കെ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ കാഴ്ചകളൊക്കെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു മായാപ്രപഞ്ചം തന്നെയാണ്. മണ്ണാറശാല എന്ന് മണ്ണ് ആറിയ ശാല, അതായത് ഒരിക്കൽ തീപിടുത്തമുണ്ടായിട്ട് അവിടെ ഭൂമിയിലുള്ള നാഗങ്ങളെല്ലാം കൂടി ഈ ഒരു കാവിലേക്ക് എത്തപ്പെടുകയും അവിടെ ഇല്ലത്തുള്ള നമ്പൂതിരി കുടുംബം അവർക്ക് ഇരിപ്പിടം നൽകുകയും പിന്നീട് സർപ്പങ്ങൾക്ക് എല്ലാവർക്കും കേരളത്തിലെ ആവാസ കേന്ദ്രമായി മാറുന്ന തരത്തിലുള്ള ഒരു വൃക്ഷലതാദികളുടേതായ ഒരു കൂട്ടമാണ് അവിടെ ചെന്നിട്ടുണ്ട്. ഒരുപാട് കാവുകൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ സർപ്പങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ്. അവരെ നമുക്ക് നേരിട്ട് കാണാനും ചില സന്ദർഭങ്ങളിൽ മണ്ണാറശാലയിൽ അവസരം കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ കാവുകൾ തിങ്ങുന്ന
മണ്ണാറശാലയിലെ നാഗദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങൾക്കേവർക്കും ലഭ്യമാവട്ടെ. ഈ ഒരു ദിനം അങ്ങനെ മണ്ണാറശാലയിലുള്ള എല്ലാ ദൈവങ്ങളുടെയും അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഓക്കേ, താങ്ക് യു സോ മച്ച്.